വരൂ അച്ഛാ, അമ്മ ഇരിക്കണം. ഭാസ്കർ എവിടെ മോളെ? ഇതാ വരുന്നു അച്ഛാ. ഭാവനെ, വസുവും കാർത്തികയൊക്കെ എവിടെ? സാരിയിൽ കൂടുതൽ സുന്ദരിയ. താങ്ക് യു അമ്മേ. താങ്ക് യു അച്ഛാ. ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് വസു. താങ്ക് യു ഭാസ്കരേട്ടാ. ഈ സാരിയിൽ നീ കൊത്തിവെച്ച ശില്പം പോലെ ഉണ്ട്. താങ്ക് യു ചേച്ചി. ആ സാരിക്ക് എന്താ അത്ര പ്രത്യേകത? വല്ലാതെ പുകഴ്ത്തുന്നല്ലോ. അത് അത്ര വലിയ സാരിയൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ ജോലിക്കാരി പോലും ഇടില്ല. അഭി, ഭക്ഷണം കഴിക്കാൻ മോനെ. എല്ലാവരും എന്നെ പ്രശംസിച്ചു, ഈ അച്ഛനും മോനും ഒഴികെ. ഞാൻ വിളമ്പി തരാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോ. ഞാൻ വട വെക്കട്ടെ? വേണ്ട, ചമ്മന്തി മാത്രം മതി. അമ്മേ, സേമിയ ഉപ്പാവും ഇവിടെ. സേമിയയും ഇല്ല, ഉപ്പുമാവും ഇല്ല. കിട്ടിയത് കഴിക്കും. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കായിരുന്നില്ലേ മോളെ? എന്താ ഗാർലിക് ചമ്മന്തി ഉണ്ടാക്കാത്തെ? ഞാൻ കിച്ചണിലേക്ക് പോകുന്നതിന് മുൻപ് ഭാവന ഇച്ചി കടല ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. ഈ ചമ്മന്തി കൂട്ടിയാ മതി. ഓക്കേ. എന്ത് പറ്റി മോളെ? മുഖം വല്ലാതിരിക്കുന്നു. ഒന്നുമില്ല അച്ഛാ. എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്താ മോളെ? അങ്ങനെയൊന്നും ഇല്ല ഭാസ്കരേട്ടാ. അമ്മേ, അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുള്ളത്. പറയൂ ഉണ്ണി, എന്താ? നാളെ മറക്കാതെ എനിക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി തരണേ. തരാടാ. സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയ ശേഷം അത് ഇളക്കിയ സ്പൂൺ കൊണ്ട് നിനക്ക് തരാൻ 2 എണ്ണം. എന്തു പറ്റിയെടുത്തി? ഉണ്ണി ആഗ്രഹിച്ച് ചോദിച്ചല്ലേ? അവൻ ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിക്കോളും. എന്നാ പറയാനുള്ളത് പറയേയില്ല. തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ വസുന്ധര? അയ്യോ, ഇപ്പോഴായിരിക്കും ഏട്ടൻ എന്റെ സാരിയെ കുറിച്ച് മനസ്സിലായത്. പറഞ്ഞു
ഈ സാരിയെ പറ്റിയാണോ? ചമ്മന്തിയെ പറ്റി. ഈ കടല ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത്? കടല നന്നായിട്ട് വഴട്ടി പച്ചമുളകും ഉള്ളി നുറുക്കിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് അത് കൈകൊണ്ട് ഉടച്ച് കുറച്ച് തേങ്ങയൊക്കെ വിതറിയിട്ട് നന്നായിട്ട് അരച്ച് ചമ്മന്തി ഉണ്ടാക്കും. വാവ്, വെരി ഗുഡ്, വെരി ടേസ്റ്റി. പക്ഷെ ചെറിയൊരു പ്രശ്നം, ഇതില് കടുക് വറുക്കാൻ മറന്നുപോയി. എന്ത് പറ്റി വസു? അബി എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എന്നെ ഒന്ന് നേരെ നോക്കിയത് പോലുമില്ല. ഉണ്ണി പോലും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച ഈ സാരി അവരുടെ കണ്ണിൽ മാത്രം എന്താ പെടാത്തത്? അതുകൊണ്ടാണോ ഇത്രയും ദേഷ്യം? ഞാനിപ്പോ നല്ല ദേഷ്യത്തിലാ ചേച്ചി. കടല ചമ്മന്തിയെ കുറിച്ച് ഏട്ടൻ ചോദിച്ചു, സാരിയെ കുറിച്ച് ഒരു കാര്യം പോലും ചോദിച്ചില്ല. അത് മാത്രമല്ല, ആ കൈ കഴുകിയിട്ട് എന്റെ സാരി തുമ്പിൽ വന്ന് തുടച്ചിട്ടങ്ങ് പോയി. വസു, അവൻ എന്തോ ഓഫീസിൽ ടെൻഷനിലായിരുന്നെന്ന് തോന്നുന്നു. വൈകുന്നേരം വന്നിട്ട് എന്തായാലും പറയും. വൈകുന്നേരം വന്നിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നന്നായിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് മുന്നേ പറയണമായിരുന്നു, ഇപ്പോഴല്ല. ഈ സാരി അമ്മയ്ക്ക് വളരെ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഈ സാരിയിൽ അമ്മ കാണാൻ വളരെ ഭംഗിയാ. സോപ്പ് ഇട്ടതൊക്കെ മതി, ഒന്ന് പോടാ അവിടുന്ന്. അച്ഛനും മോനും കൂടി നാടകം കളിക്കുക. വഴിയെ പോകുന്ന പെൺകുട്ടികളെ പുകഴ്ത്താൻ അറിയാം, എന്നെ മാത്രം പുകഴ്ത്തില്ല. നിങ്ങളോടൊന്നും ദയ കാണിക്കാൻ പാടില്ല. സ്ത്രീകളുടെ വാക്കുകൾക്ക് വേറെ അർത്ഥമാണെന്ന് പറയുന്നതല്ലാതെ സത്യം പറഞ്ഞ ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേറെ എന്തെങ്കിലും ആണെന്ന് പറയണം. എന്നിട്ട് ആ പേരിൽ സിനിമ സീരിയലും എടുക്കണം. ആ പേര് വെച്ചിട്ട് ഒരു മഹാഭാരതം തന്നെ എഴുതാം. എടി മോളെ വസു, വല്ലാത്തൊരു തലവേദന. പോയി സ്ട്രോങ് ആയിട്ടൊരു കോഫി ഇട്ട് തരുമോ? പിന്നെ എനിക്കും കൂടി ഒരു ബ്ലാക്ക് കോഫി ഇട്ട് തരൂ ഏട്ടത്തി. അമ്മേ അമ്മേ, അയ്യോ രക്ഷിക്കണേ അമ്മേ, ക്ഷമിക്കണേ. അയ്യോ അമ്മേ, തൊഴുതോടി. ഈ വസുവിന് എന്ത് പറ്റി? ഭദ്രകാളിയെ പോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ആന്റി. അപ്പൊ എനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തരുമോ അമ്മ? അപ്പൊ എനിക്ക് കൊണ്ടുപോയി കുടിക്കായിരുന്നു. എന്റെ രക്തം കുടിക്കടാ, രക്തം കുടിക്കുക.
എന്താ മോളെ ഇത്ര ദേഷ്യം? ആർക്കാ ദേഷ്യം? ആർക്കാ ദേഷ്യം? എനിക്ക് ദേഷ്യമാണെന്നോ? എനിക്ക് ദേഷ്യമാണെന്നോ പറഞ്ഞേ? എനിക്ക് ദേഷ്യമാണെന്നോ പറഞ്ഞേ? ഏട്ടത്തി നല്ല ദേഷ്യത്തിലാണല്ലോ. ഇല്ല ഏട്ടത്തി, നിങ്ങള് ശാന്തമായി കൂളായിട്ട് നിക്കുന്നേ. അതെ അതെ. അല്ല, ഞാനിപ്പോ ദേഷ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. നീ എന്നോട് കള്ളം പറയാണ് കാർത്തിക. പ്രോമിസ് ഏട്ടത്തി, ഞാൻ സത്യമാണ് പറയുന്നത്. അല്ല, ഞാനിപ്പോ ദേഷ്യത്തിൽ തന്നെയാണുള്ളത്. എന്ത് പറ്റി മോളെ നിനക്ക്? ഇങ്ങനെ പറയുമ്പോ അങ്ങനെ, അങ്ങനെ പറയുമ്പോ ഇങ്ങനെ. ഞാൻ എങ്ങനെ വേണമെങ്കിലും പറയും. എന്നോട് തർക്കിക്കുന്നോ? തർക്കിക്കുന്നോ? തർക്കിക്കാൻ പറ്റുമോ? തർക്കിക്കാൻ? ഇവൾക്കെന്തോ ഇത്ര വലിയ ദേഷ്യം? ശരീരത്തിന് ബാധ കയറിയ പോലെ നിന്ന് തുള്ളുന്നത്. വസു എടുത്തിയുടെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. നമുക്ക് തന്നെ പോയി കോഫി ഉണ്ടാക്കാം ആന്റി. അതെ അതെ, അതാ നല്ലത്. വാ, 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 വാ. അവിടെ ഒന്ന് നിന്നേ. ഈ സാരി എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. സൂപ്പറാ. ഈ സാരിയിൽ നിന്നെ കാണാൻ ദേവിയെ പോലെയാ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ശരി, പോയിക്കോ. ശരി ശരി, വാ പോ. സാരി എക്സലന്റ് ആയിട്ടുണ്ട് അമ്മേ. അമ്മക്കടം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഡാ, മതി, ഒന്ന് നിർത്ത്. നിനക്ക് ആവശ്യമുള്ള ജ്യൂസ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പോയെടുത്ത് കുടിക്ക്. താങ്ക് യു അമ്മേ. ലവ് യു. എന്റെ സാരിയെ കുറിച്ചൊരു വാക്ക് പോലും പറയാതെ ഓഫീസിലേക്ക് പോയല്ലേ? വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ണി, ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? ഒന്നും ഇല്ലച്ചാ. എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നെ? അമ്മ ഭയങ്കര സീരിയസ് മൂഡിലിരിക്കുവാ. എന്തിന്? ആ സാരി അച്ഛൻ തന്നെ പോയി ചോദിക്ക്. അമ്മ ഇപ്പൊ എവിടെയുണ്ട്? ബെഡ്റൂമില് തന്നെ ഉണ്ട്. ഭയങ്കര ദേഷ്യത്തില. വാ നോക്കാം.
എന്താടോ ഇത്? സാരി താഴെ ഇട്ടിരിക്കുന്നു. ഞാനത് ഉടുത്തിരുന്നപ്പോ ഏട്ടൻ അത് കണ്ടില്ലല്ലേ? ഇപ്പൊ താഴെ കിടന്നപ്പോഴാണ് കണ്ണിൽപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അമ്മ ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. എന്നാലും ഞാൻ ആ സാരി ഉടുത്ത് നിന്നപ്പോ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. പിന്നെ അത് എവിടെ കിടന്നാൽ ഏട്ടൻ എന്താ? എന്താ വസു ഇത്? ഇത്രയും നല്ല സാരി എന്തിനാ താഴെ ഇട്ടിരിക്കുന്നത്? അതേ സാരി ഇന്നലെ വേറൊരു പെൺകുട്ടി ഉടുത്തു നിൽക്കുന്നത് കണ്ടിട്ട് ആ സാരി ഏട്ടൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഓർഡർ ചെയ്ത് രാവിലെ തന്നെ വരുത്തിച്ച് അതും കൊടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നപ്പോ നിങ്ങളൊന്ന് മൈൻഡ് പോലും ചെയ്തില്ല. സാരിയെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. ഓ, അതാണോ എനിക്ക് ദേഷ്യം വന്നേ? അതിനാ അച്ഛാ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നത്? ഞാൻ രാവിലെ കണ്ടതാ. കള്ളം പറയാ, രാവിലെ മുഴുവനായിട്ട് ഫോണിൽ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. സത്യാടോ, ഞാൻ കണ്ടതാ. പച്ച കള്ളോ പറയുന്നേ. ഭക്ഷണം കഴിക്കാൻ നേരത്ത് പോലും കടല ചമ്മന്തിയെ കുറിച്ച് ചോദിച്ചതല്ലാതെ സാരിയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല. ഏയ് നോ നോ നോ, ഇല്ലെന്നേ. രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും തന്റെ സാരി ഞാൻ ശ്രദ്ധിച്ചതാ. ശ്രദ്ധിച്ചെങ്കിൽ പിന്നെ എന്താ ഒന്നും പറയാതിരുന്നേ? അത് മാത്രമല്ല, എന്റെ സാരിയുടെ തുമ്പത്ത് ആ നനഞ്ഞ കൈകൊണ്ട് തുടക്കുകയും ചെയ്തു. ഓഫീസിൽ പോണെന്നും പറഞ്ഞ് ബായ് എന്നും പറഞ്ഞ ഒറ്റ പോക്ക്. ഇല്ലടോ, തന്റെ സാരി ഞാൻ കണ്ടതാ. കണ്ടെങ്കിൽ പിന്നെ എന്താ ഒന്നും പറയാതിരുന്നേ? ഇനി അതെങ്ങാനും പറഞ്ഞാൽ താൻ വീണ്ടും ഇന്നലെ കണ്ട പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുമെന്ന് കരുതിയിട്ടാ പറയാത്തെ. സത്യമായിട്ടും അതുകൊണ്ട് തന്നെയാണോ? സത്യമായിട്ടും. എനിക്ക് ശ്രീകൃഷ്ണനാവാനൊന്നും താല്പര്യമില്ല. ശ്രീരാമനായിട്ടിരിക്കുന്നതാ ഇഷ്ടം. ഞാനൊന്നും വിചാരിക്കില്ല. ഈ സാരിയില് രാവിലെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടൻ പറയും. ചെന്നീ സാരി എടുത്തോണ്ടോ, എന്നിട്ട് പറയാം. 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. അമ്മയുടെ ദേഷ്യം ഇപ്പൊ കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നല്ലേ അച്ഛാ? അങ്ങനെയാണെന്നാ എനിക്കും തോന്നുന്നത്. വളരെ നന്നായിട്ട് അച്ഛാ ഇത് കോംപ്രമൈസ് ചെയ്തത്. നിന്റെ അമ്മയ്ക്ക് വന്നത് ഒരു ചെറിയ ദേഷ്യ, അതാ പെട്ടെന്ന് കോംപ്രമൈസ് ആയത്. അപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിരുന്നെങ്കിലോ? എങ്കിൽ കൂളാക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരിക്കലും വലിയ ദേഷ്യം വരില്ല അച്ഛാ. റിയലി? സത്യമാ അച്ഛാ, അമ്മ എപ്പോഴും നല്ലോണം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ ചിരി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാ അമ്മ എപ്പോഴും നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.